ഹലോ ഗായ്സ്, ദിസ് ഹരീഷ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഫെയിലാവാൻ ഉള്ള മെയിൻ 10 കാരണങ്ങൾ. അതിൽ കൂടുതൽ ഉണ്ടായിരിക്കാം, പക്ഷേ മെയിനായിട്ട് ഞാൻ ആലോചിച്ചിട്ട് 10-15 കാര്യങ്ങളാണ് ഉള്ളത്. അതൊന്ന് നോക്കിയിരുന്നെങ്കിൽ, അന്ന് അതിൻ്റെ അറിവ് ഉണ്ടായിരുന്നെങ്കിൽ അത് വേറെ രീതിയിൽ കൊണ്ടുവരുമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. ഒന്ന് ഫുള്ളായിട്ട് കേൾക്കുക, അപ്പോൾ മനസ്സിലാവും. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോണവരും, അല്ലെങ്കിൽ ഓൾറെഡി പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലുള്ളവർ, അല്ലെങ്കിൽ പല ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യണവർ, എല്ലാവർക്കും ഇത് ഗുണം ചെയ്യും. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. പോയിന്റ് നമ്പർ 1, ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടുമായിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അവസാനം എന്ത് സംഭവിച്ചത്? എൻ്റെ ആ ഫ്രണ്ടിൻ്റെ ആയിട്ടുള്ള ബന്ധവും നശിച്ച് ബിസിനസ്സും പോയി, ഒരു ഗുണമില്ലാതായിപ്പോയി. ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്യുവറായിരുന്നു ഇത് തുടങ്ങണ ദിവസം വരെ. അത് കഴിഞ്ഞിട്ട് അത് വേസ്റ്റായി പോയിട്ട്, അത് ബിസിനസ്സും പോയി, ഫ്രണ്ട്ഷിപ്പും പോയി. സോ എനിക്ക് വന്ന ഫസ്റ്റ് മിസ്റ്റേക്ക്, ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടുമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളതാണ്. സെക്കൻഡ് തിങ്, വെൽ ഡോക്യുമെൻ്റ് ചെയ്തു, പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് എല്ലാം ചെയ്തു. പക്ഷേ ക്ലോസ് ഫ്രണ്ടല്ലേ, ഞാൻ അവനായിട്ടല്ലേ ഡിസ്കസ് ചെയ്യുന്നത്. അവന് ഈ ബിസിനസ്, നമ്മൾ റീറ്റെയിൽ ബിസിനസ്സാണ് ചെയ്തത്. അതിനായിട്ട് ഒരു ഐഡിയയും ഇല്ല ആ സമയത്ത്. ആ പ്രോഡക്റ്റോ അത് എല്ലാം റിസർച്ച് ചെയ്യണ എല്ലാം ഞാനാണ്. പക്ഷേ ഞാനും അവനും ആയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പൈസയും ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ 50-50 പാർട്ട്ണർഷിപ്പ് ഞാൻ ഇത് എഴുതി. എന്നിട്ട് എൻ്റെ ആ ഒരു അവൻ്റെ അടുത്തുള്ള സ്നേഹം കാരണം, എനിക്കൊരു റെസ്പെക്റ്റ്, സ്നേഹം എല്ലാം ഉണ്ട്, ഞാൻ അവനെ മാനേജിങ് ഡയറക്ടർ ആക്കുകയും ചെയ്തു. അപ്പം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പൈസ ഇടാതെ തന്നെ 50-50 എല്ലാ പൈസയും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അവന് ചെറിയ എമൗണ്ട് അപ്പോൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ അപ്പോൾ അന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ച് വന്ന സമയമായിരുന്നു. അപ്പോൾ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അല്ലാതെ വൈഫിൻ്റെ നിന്ന് വാങ്ങിച്ചായിരുന്നു. പിന്നെ അല്ലാതെ വെളിയിൽ നിന്ന് കുറച്ച് മറിച്ചു. അപ്പോൾ അവനും കുറച്ച് പൈസ, വളരെ ചെറിയ എമൗണ്ട്. അതിന് മുമ്പ് തന്നെ ഞാൻ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ചെയ്തപ്പോൾ അവനെ മാനേജിങ് ഡയറക്ടറും ആക്കി. എനിക്ക് ഒരു പിടിയില്ല ബിസിനസ്സിനെ കുറിച്ച്. അപ്പോൾ അവന് ഒരു പിടിയില്ല. നമ്മൾ 10-15 വർഷം മുമ്പുള്ള കാര്യമാണ്, 12 വർഷം മുമ്പുള്ള കാര്യമാണ്. ഞാൻ എല്ലാ സ്നേഹബന്ധത്തിൻ്റെ പേരിലാണ് വന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ബിസിനസ്സിൽ എന്താണ് ഒരാളുടെ അറിവാണോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞാൽ, ഒരാളുടെ പൈസയാണോ, അപ്പോൾ അതനുസരിച്ച് വേണം പാർട്ട്ണർഷിപ്പ് ഡീഡ് എഴുതാൻ. അല്ലാതെ ചുമ്മാ 50-50 എഴുതുക, അങ്ങനെയൊന്നും അല്ല ഇത് ചെയ്യേണ്ടത്. അപ്പം പാർട്ട്ണർഷിപ്പ് ഡീഡ് എഴുതുമ്പോൾ വളരെ കൃത്യമായി കാര്യങ്ങൾ ഇത് ചെയ്യുക. ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു, നിനക്ക് ഇത്ര പെർസെൻറ്റേജ്, ഇയാൾക്ക് ഇത്ര പെർസെൻറ്റേജ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നുള്ള ഒരു ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. അന്നിങ്ങനെ പറഞ്ഞു പോയാൽ ലെങ്തി ആവും. പക്ഷെ നിങ്ങൾക്ക് അറിവ് കിട്ടുന്ന കേസായതുകൊണ്ട് നമുക്ക് ഫുൾ പറയാതെ ഇത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്ഷമയോടെ കേൾക്കുക, ഒരു കഥ പോലെ കേൾക്കുക. മനസ്സിലായില്ലേ? ഇത് ഒരാൾക്ക് 10-50 1 കോടിയും അല്ലെങ്കിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള അനുഭവങ്ങളാണ് വരുന്നത്. ഇത് ഞാൻ ഫ്രീ ആയിട്ട് എൻ്റെ അനുഭവം പറയുകയാണ്. ഓക്കെ, ആ ഒരു ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരാൾക്ക് ഒരു ദുരനുഭവം വരാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ ഇത് പറയുന്നത്. ഇത് കേട്ടാൽ കുറേയൊക്കെ അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തേത്, എന്താണ് ഓരോരുത്തരുടെ ഡ്യൂട്ടി എന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുമില്ല, അതിൻ്റെ ഒരു അറിവുമില്ല. നമ്മൾ റീറ്റെയിൽ സെക്ടറിലാണ് ചെയ്തത്. ആ അറിവ് ഉണ്ടായിരുന്നെങ്കിൽ പല പ്രശ്നങ്ങളും അവോയ്ഡ് ചെയ്യായിരുന്നു. മനസ്സിലായില്ലേ? തുടക്കകാലത്തിൽ ഈ എൻ്റെ ക്ലോസ് ഫ്രണ്ടും പാർട്ട്ണറും, അവന് ഈ പ്രോഡക്റ്റ് നോളജോ ഒന്നുമില്ല. എല്ലാ പ്രോഡക്റ്റ് നോളജും എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈ സാധനം സോഴ്സ് ചെയ്യുന്നത് എല്ലാം എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്.
അവൻ വേറൊരു കമ്പനിയിൽ നിന്ന് ഒരു പവർ പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്യുന്നു. ഫുള്ള് കൺട്രോള് എൻ്റെ കയ്യിലാണ് ഇരുന്നത്. എല്ലാ പ്രോഡക്റ്റ് നോളജ് ആയാലും സാധനം ഓർഡർ ചെയ്യണമായാലും എല്ലാം. ആക്ച്വലി റോൾ ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ട് ആദ്യത്തെ ഒരു 2 വീക്സിൽ തന്നെ അവൻ്റെ ഈഗോ വർക്ക് ചെയ്ത് തുടങ്ങി. എന്ന് പറഞ്ഞാൽ 2 വീക്സിൽ എൻ്റെ അടുത്ത് അവൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പറയാതെ ഒരു സാധനം ഓർഡർ ചെയ്യല് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ റോൾ ഡിഫൈൻ ചെയ്തെങ്കിൽ ഞാനാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് നോളജ് ഉള്ളത്, അപ്പം ഞാൻ ആ ഓർഡേഴ്സ് ചെയ്യാം, നീ ഇത് മാനേജ് ചെയ്യ്, നീ ബേസിക് മാനേജ്മെൻറ്റ് ചെയ്യുക, അക്കൗണ്ട്സ് നീ നോക്കിക്കോ, മാർക്കറ്റിംഗ് ഞാൻ നോക്കാം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ ആ സ്പാർക്ക് എൻ്റെ അടുത്ത് പറയാതെ ഒരു ഓർഡറും ചെയ്യല് എന്ന് പറഞ്ഞ ആ സ്പാർക്ക് അവിടെ ഉണ്ടാവത്തില്ലായിരുന്നു. വെറുതെ അനാവശ്യമായി നമുക്ക് ആ കമ്പനി നോളജും സ്ഥാപനം നടത്താനുള്ള നോളജിൻ്റെ കുറവ് കാരണം റോൾസ് ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. വരണ ജോലി അനുസരിച്ച് അങ്ങ് ചെയ്ത് പോവുക. നേരെ മറിച്ച് എല്ലാം കറക്റ്റായിട്ട് ഇതാണ് പ്രോസസ്സ്. ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് മീറ്റിംഗ് വെച്ചിട്ട് നമ്മൾ 2 പേരും കൂടെ ഇത് ചെയ്യുക, അല്ലെങ്കിൽ 3 പേരുണ്ടെങ്കിൽ 3 പേരും കൂടെ മീറ്റ് ചെയ്തിട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ടാണ് ചെയ്യണമെങ്കിൽ ഒരു കാരണവശാലും അവിടെ ഒരു ഈഗോ വർക്കാവേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ മനസ്സിലായി. ഒരു സാധനം ഓർഡർ ചെയ്യാൻ വേണ്ടി പോകുന്നു, ഓക്കെ, 3 പേരുണ്ട്, ഒരാൾ ഓർഡർ ചെയ്യും, ബാക്കി 2 പേരും ഒന്നും അറിഞ്ഞിട്ടില്ല. സാധനം വരുമ്പം ഇതാ ഇവിടെ കുറേ സാധനം വന്നിരിക്കുന്നു, ഓർഡർ ചെയ്തു? അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു സംഭവം, ഒരു സ്ഥാപനം ഫ്രണ്ട്ഷിപ്പുമായിട്ട് ഒന്നും കണക്ട് ചെയ്യരുത്. അവിടുത്തെ ഓരോ ഡേ ടു ഡേ ആക്ടിവിറ്റീസും ഒന്നീ മീറ്റിംഗ് കൂടി തീരുമാനിക്കുക, അതല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ പവേഴ്സ് കൊടുക്കുക. ആ പവർ അവർ യൂസ് ചെയ്ത് ആ മാർക്കറ്റിങ്ങിൽ ഒരു ഡിസിഷൻ ഒരാളാണ് എടുക്കണമെങ്കിൽ, ഞാൻ ഹരീഷ്, ഞാനാണ് മാർക്കറ്റിംഗ് ലീഡ് ചെയ്യണമെങ്കിൽ ഞാൻ എടുക്കുന്ന ഡിസിഷൻ അവിടെ വാലിഡ് ആണ്, അങ്ങനെ പവേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. പക്ഷെ പവേഴ്സ് കൊടുത്തിട്ടില്ല എങ്കിൽ നീ എന്തിനാ മറ്റേ ആഡ് കൊടുത്തു, എൻ്റെ അടുത്ത് പറയാതെ മറ്റേത് എന്തിനു ചെയ്തു? ഇങ്ങനത്തെ അനാവശ്യ ഈഗോ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കിയോ ഇത് അധികാരം പോകത്തില്ലെന്ന്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് പ്രോപ്പറായിട്ട് റോൾസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. 2 പേരുണ്ടെങ്കിൽ 2 പേര്, 5 പേരുണ്ടെങ്കിൽ 5 പേര്, ഒറ്റയ്ക്കാണെങ്കിൽ ഒരു വിഷയമില്ല, ഓക്കെ. പക്ഷെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് വേറെ ഉണ്ട്. 2 3 പേര് ചെയ്തിരിക്കുന്ന അഡ്വാൻറ്റേജസ് ഉണ്ട്. ബട്ട് അതൊരു പ്രൊഫഷണലി ഹാൻഡിൽ ചെയ്താൽ നോ പ്രോബ്ലം. അതർവൈസ് ഇത് പയ്യെ ഇതൊരു കല്യാണം പോലെയാണ്, ഭാര്യയും ഭർത്താവും പോലെയാണ്. ഇങ്ങനെ സ്പാർക്ക് വന്നുകൊണ്ടിരിക്കും, മനസ്സിലായില്ലേ? റൂൾസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരുത്തർ ചെയ്യേണ്ട ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്താൽ തന്നെ മുക്കാൽ പ്രോബ്ലംസും തീർന്നു. നമ്മൾ ഈ ബിസിനസ്സിൽ വരുന്നത് എന്തിനാണ്? സന്തോഷവും ക്യാഷ് ഉണ്ടാക്കി എൻജോയ് ചെയ്യാനാണ്. ആക്ച്വലി ബിസിനസ്സിൽ വന്നിട്ട് ദുരിതമാണ് സംഭവിക്കുന്നത് പലർക്കും, ഇൻക്ലൂഡിങ് മീ. എനിക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. അപ്പം ഒരിക്കലും പൈസയും കൊണ്ടിട്ട് മറ്റേ കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്നെന്ന് പറഞ്ഞ പോലെ സിറ്റുവേഷൻ നിങ്ങളാരും ഉണ്ടാക്കാതിരിക്കുക. ഇത് വളരെ മനസ്സിലിട്ടേക്കാം, ഓക്കെ. റോൾസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. 4-മത്തത്, ഒരു പ്രോഫിറ്റ് ഷെയറിങ്ങും ഇല്ല, ഒന്നുമില്ല. സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ ചെറിയ എമൗണ്ട് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആ പൈസ വരുന്നത് വീണ്ടും സ്ഥാപനത്തിൽ ഇട്ടാണ് ഗ്രോ ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തുടക്കം തൊട്ട് എനിക്ക് പ്രോഫിറ്റ് ഷെയറിങ്ങിനെ കുറിച്ചൊന്നും നമുക്ക് ഒരു പിടിയില്ല. നമ്മൾ 2 സുഹൃത്തുക്കൾ തമ്മിൽ തുടങ്ങുകയാണ് ഒരു സ്ഥാപനം. അങ്ങനെയാണ് ഇവിടെ എല്ലാ സ്ഥാപനങ്ങളും, പല സ്ഥാപനങ്ങളും ഉണ്ടാകുന്നത്. വാളിയ തുടങ്ങാന്ന് പറഞ്ഞ ഒരു സെറ്റപ്പാണ്. അങ്ങനെ ചെയ്തതിൻ്റെ അബദ്ധത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യണതിൻ്റെ അബദ്ധത്തിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രോഫിറ്റ് ഷെയറിങ്ങും ഇല്ല,
പ്രോഫിറ്റ് പറഞ്ഞ എല്ലാം സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള പൈസ ചിലവിന്, പെട്രോൾ അടിക്കണം, ചിലവിനുള്ള പൈസകൾ മാത്രമേ എടുക്കുകയുള്ളൂ, വേറെ ഒന്നുമില്ല. എല്ലാം സ്ഥാപനത്തിന് വേണ്ടി വീണ്ടും തിരിച്ചിട്ടുകൊണ്ടിരിക്കും. അതിൽ എനിക്ക് ലാസ്റ്റ് വന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രോഫിറ്റ് ഒന്നും എടുത്തുമില്ല. ലാസ്റ്റ് ഞാൻ ഇതിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ ഇതിൻ്റെ കണക്കുകളൊന്നും പറയാനും പറ്റിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയല്ലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ കറക്റ്റായിട്ട് വരുന്ന പ്രോഫിറ്റ് ഷെയർ ചെയ്ത് തുടക്കം തൊട്ടേ പോവുക. അതിൽ നിന്നൊരു സന്തോഷവും കിട്ടും. ഇത്ര രൂപ എനിക്ക് 10,000 രൂപ കിട്ടി, എനിക്ക് ഇതിൽ നിന്ന് 20,000 രൂപ കിട്ടി. വീണ്ടും 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 അതിനകത്ത് എടുത്ത് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്ഥാപനം വളരും. പക്ഷേ ഇത് അവസാനം അടിയാവുമ്പോൾ അന്നത്തെ കണക്കുകളൊന്നും കാണില്ല. കാരണം ചെറിയ സ്ഥാപനമാണ്. ചെറിയ സ്ഥാപനമാകുമ്പം ഭയങ്കര അക്കൗണ്ട്സും കാര്യങ്ങളൊന്നും കാണത്തില്ല. ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും, സ്ഥാപനം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും, അക്കൗണ്ട്സ് എല്ലാം പൂറായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ആദ്യമേ നമ്മൾ പ്രോഫിറ്റ് കറക്റ്റായിട്ട് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുക. 5-ാമത്തെ കാര്യം, ഒരു കണക്കും നോക്കൂല. ഫ്രണ്ട്സ് ആകുമ്പോൾ അത്ര വിശ്വാസമാണ്. എനിക്കും എൻ്റെ ഫ്രണ്ടിനെ അത്ര വിശ്വാസമാണ്. പക്ഷെ അതല്ല വേണ്ടത്. അങ്ങനെയല്ല, കണക്ക് നോക്കി തന്നെ പോകണം. അതിന് വിശ്വാസത്തിൻ്റെ ഒന്നുമില്ല. പക്ഷേ ഞാൻ അതല്ല പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റാണ്, ഞാൻ ചെയ്ത മിസ്റ്റേക്സാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കണക്ക് നോക്കൂല, അവനും കണക്ക് നോക്കൂല, ചുമ്മാ വീണ്ടും വീണ്ടും നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ഭരണ പൈസ മൊത്തം അതിനകത്ത് ഇറക്കുക തന്നെ. പക്ഷേ നമുക്ക് ആ പ്രോഫിറ്റ് എത്ര കിട്ടിയെന്ന് നോക്കത്തില്ല. സ്ഥാപനത്തിൻ്റെ ഗ്രോത്തിനെ കുറിച്ച് ഒന്നുമില്ല. നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയല്ല പ്രൊഫഷണൽസ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് അതിൻ്റെ ഗ്രോത്ത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ആ മോണിറ്ററിങ്ങിൽ തന്നെ സ്ഥാപനത്തിൻ്റെ പോക്ക് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. നല്ല വിധത്തിൽ ഗ്രോ ചെയ്യണമെന്നാണല്ലോ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശരിക്കും സെയിൽ ചെയ്ത് എവർ ഗ്രീനായിട്ട് ഇങ്ങനെ പോവും. പക്ഷെ അങ്ങനെയല്ല, ഒരു ദിവസം അത് സ്റ്റക്കാവും. അപ്പോൾ ആദ്യം തൊട്ട് തന്നെ കണക്ക് കൃത്യമായി നോക്കി വേറെ ആരെ അപ്പോയിൻ്റ് ചെയ്തില്ലെങ്കിലും കീഴിലൊരു അക്കൗണ്ടന്റിനെ അപ്പോയിൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യണം. ഏതായാലും കുഴപ്പമില്ല, അക്കൗണ്ട്സ് പക്കയായിരിക്കണം. അതാകുമ്പോൾ അനാവശ്യ ചിന്ത ഒന്നും വരില്ല. അടുത്തത്, കൃത്യമായി സാലറി എടുത്തെടുത്ത് പോകണം. ഒരു സാലറി എടുത്തില്ല, നമ്മൾ എക്സ്പെൻസിന് മാത്രം എടുത്തു. പക്ഷെ സാലറി എല്ലാ മാസവും എടുത്തെടുത്ത് പോകണമായിരുന്നു. പക്ഷെ ആ സാലറി എടുത്തില്ല. സാലറിക്ക് പകരം എക്സ്പെൻസിന് മാത്രം ക്യാഷ് എടുത്തു. അങ്ങനെയല്ല വേണ്ടത്. ഫിക്സഡ് ഒരു സാലറി തന്നെ എടുത്തെടുത്ത് പോകണം. ആ സാലറി കിട്ടുമ്പോൾ നമുക്ക് ആ സാലറി വെച്ച് ഇഷ്ടമുള്ളത് ചെയ്യാം. മറ്റേതെന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നിന്ന് ഒരു AC വാങ്ങിക്കണം. അപ്പോൾ AC വാങ്ങിക്കണം 30,000 രൂപയായി. ഓക്കെ, അപ്പം 30,000 രൂപ എടുത്തു. അപ്പോൾ മറ്റേ ആൾക്ക് AC വാങ്ങിച്ചിട്ടില്ല. 2 പാർട്ണറാണെന്ന് വയ്ക്കോ. ഒരാൾ വാങ്ങിച്ചു, ഞാൻ വാങ്ങിച്ചു. അപ്പോൾ അവൻ്റെ മനസ്സിലെന്താ തോന്നുന്നു, ഇവ AC വാങ്ങിച്ച് ലക്ഷറി ആയി. ഇത് അനാവശ്യമല്ലേ? നമ്മൾ നേരെ മറിച്ച് 30,000 വെച്ച് സാലറി എടുത്തെടുത്ത് പോവുകയാണെങ്കിൽ എന്താണ് ഗുണം? നമ്മൾ ആ സാലറിയിൽ നിന്നായിരിക്കും സാധനം വാങ്ങിക്കുന്നത്. മറ്റേ പണം ആ സാലറി സേവ് ചെയ്യണ ഒരു കാറ്റഗറി ആണെങ്കിൽ അവൻ ആ പൈസ സേവ് ചെയ്യട്ടെ. ഇയാൾ ആ സാധനം വെച്ചിട്ട് അവന് കാറോ എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചോട്ടെ, അല്ലെങ്കിൽ ലക്ഷറിയസ് ആയിട്ട് ജീവിച്ചോട്ടെ, അവൻ്റെ സാലറി അല്ലേ. ഇത് നേരെ മറിച്ച് ചെറിയ എമൗണ്ട് എടുക്കുമ്പോൾ ഒരാൾ കുറവായിരിക്കും എടുക്കണം, ഒരാൾ കൂടുതലായിരിക്കും എടുക്കണം, പിന്നെ മറ്റേ ആൾ കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ എടുക്കും. ഒരു കൺട്രോളും കാണൂല. ഒരു സക്സസ്ഫുൾ സ്ഥാപനത്തിൽ നടന്നൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. ഫെയിലിയർ ആയിട്ടുള്ള സ്ഥാപനത്തിൽ നടന്നതല്ല, സക്സസ്ഫുൾ സ്ഥാപനത്തിൽ നടന്ന സംഭവമാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും അത് ചെയ്ത് സാലറി എടുത്തെടുത്ത് പോകണം. ഞാൻ പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത്. പണ്ട് തൊട്ടേ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതെല്ലാം അറിയാം. പക്ഷെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലാണ് പറയുന്നത്. അടുത്ത പോയിന്റ്,
ബിസിനസ്സിൽ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അറിയാവുന്നുള്ളവരോ ഒന്നും എംപ്ലോയി ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യരുത്. അതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ കമ്പനി ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഒരു പ്രൊഫഷണൽ കമ്പനി ആയിട്ടാണ് ആദ്യമേ സെറ്റപ്പ് ചെയ്തെങ്കിൽ ഒരു പ്രശ്നമില്ല. കാരണം കറക്റ്റ് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതല്ല എൻ്റെ പോലത്തെ നമ്മളെ പോലത്തെ സ്ഥാപനമായിട്ട് തുടങ്ങിയ ആണെങ്കിൽ ഒരാളുടെ ഇപ്പോൾ 2 പേര് അല്ലെങ്കിൽ 3 പേര്, അത് ഏതെങ്കിലും ഒരാളുടെ ഫ്രണ്ടിനെയാണ് മാനേജർ ആക്കുന്നത്, വേറൊരാളുടെ ഫ്രണ്ടിനെയാണ് വേറെ എന്തെങ്കിലും ആക്കുന്നത്. ഈ അൺപ്രൊഫഷണൽ കമ്പനീസ് ഈ കമ്മ്യൂണിക്കേഷൻ ഈ ഫ്രണ്ടുമായിട്ട് മാത്രമേ കാണത്തുള്ളൂ. അപ്പം അതേ പാർട്ട്ണർ വിചാരിക്കും, അയ്യോ ഞാൻ ഒന്നും അറിയുന്നില്ല, കാര്യങ്ങളൊന്നും അറിയുന്നില്ല. നേരെ മറിച്ച് ഈ ഫ്രണ്ടിനെ വല്ലതും പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ പ്രൊഫഷണൽ കമ്പനി ആണെങ്കിൽ അയാളുടെ റോളാണ് അവിടെ ചെയ്യുന്നത്. അയാൾക്ക് പറഞ്ഞ് ആ ജോലി മാത്രം അയാൾ ചെയ്യും. അത് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരെ റിപ്പോർട്ട് ചെയ്യും. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ വളരെ അൺപ്രൊഫഷണലും ഒരു പ്രൊസീജിയറൊന്നും കാണില്ല. അപ്പോൾ ഈ അറിയാവുന്നുള്ള ആളെ അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അറിയാവുന്നുള്ളവരും ആ ഫ്രണ്ടുമായി സംസാരിക്കും. ബാക്കിയുള്ള അവിടെ ഒരു ഭയങ്കര ഈഗോ ക്ലാഷ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ അതിൻ്റെ ഫണ്ട് ഇല്ലെങ്കിൽ സാധാരണ ആൾക്കാരെ എടുത്തിട്ട് ട്രെയിൻ ചെയ്തെടുക്കുക. പക്ഷേ ഫാമിലി മെമ്പേഴ്സിനെ, ഫ്രണ്ട്സിനെ ഒന്നും അവരെ ബന്ധുക്കാരെ ഒന്നും ഇതിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളെ ബിസിനസ്സിനെ കുളവാക്കരുത്. ഈസി വേ ആണ് അറിയാമെന്നുള്ളവരെ എടുക്കുന്നത്. പക്ഷെ അതൊരു വലിയൊരു തലവേദനയായിട്ട് വരും. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള എൻ്റെ പറ്റിയ അബദ്ധങ്ങളിൽ ഒരെണ്ണമാണ് ഇത്. എനിക്ക് ക്ലിയർ ആയിട്ട് ഒരു റൂൾ ഉണ്ടായിരുന്നു ആദ്യമേ, എനിക്കറിയാമെന്നുള്ള ആരെയും ഞാൻ എടുക്കത്തില്ല. പക്ഷേ എൻ്റെ പാർട്ട്ണറിന് അങ്ങനെ അല്ലായിരുന്നു. അവനറിയാമെന്നുള്ള ആൾക്കാരെ എടുക്കാൻ താല്പര്യം. അപ്പോൾ അത് ഒരുപാട് ഇത് എനിക്ക് ക്രിയേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കുണ്ടാവാതിരിക്കട്ടെ, അത് ഒരു മെയിൻ പോയിൻ്റാണ്. പിന്നെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ പവേഴ്സ്. ഒരു മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള പവർ കമ്പനിയിൽ ഏറ്റവും മേജറായിട്ട് ഒരാൾക്ക് കൊടുത്തിരിക്കണം. ഓക്കെ, സേ മാനേജിങ് ഡയറക്ടർ എന്ന് ഉള്ള പൊസിഷൻ അല്ലെങ്കിൽ മാനേജിങ് പാർട്ട്ണർ എന്നുള്ള പൊസിഷൻ ഒരു പാർട്ട്ണറിന് കൊടുത്താൽ അയാൾക്ക് ആ ഡിസിഷൻ എടുക്കാനുള്ള പവർ അയാൾക്കുണ്ട്. അപ്പോൾ ആ ഡിസിഷനെ ബാക്കിയുള്ളവർ മാനിക്കണം. ഡിസ്കസ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഡിസിഷൻസ് എടുക്കുന്നത്. നമ്മളെ സ്ഥാപനത്തിൽ ഒരു പവറും ഡിഫൈൻ ചെയ്തിട്ടില്ല. ഒരു ഡിസ്കഷനും ഇല്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ആ ഡിസ്കഷൻ ഇല്ലാതെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോരുത്തർക്ക് ഈഗോ ഹേർട്ടാവും. ഈഗോ ആണ് ഈ മെയിൻ ആയിട്ട് ഒരു സാധനം പൊളിയാനുള്ള മെയിൻ റീസൺ ആയിട്ട് എപ്പോഴും വരുന്നത്. ഈഗോ ഹേർട്ട് ആവാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു മാരേജിലായാലും ശരി, ഫ്രണ്ട്ഷിപ്പിലായാലും ശരി, എല്ലാത്തിനായാലും ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള അതാണ് നമ്മളെ കടമ. ഈ ബിസിനസ് നമ്മൾ ചെയ്യുന്നതേ ഒരു സന്തോഷത്തിനും ഗ്രോത്ത് ഉണ്ടാവാനാണ്. അതിന് പകരം ഈ ബിസിനസ് ഇതേപോലുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ സന്തോഷം പോവും, പൈസയും പോവും, സമാധാനം പോവും, എല്ലാം പോവും. അതുകൊണ്ട് പ്രോപ്പർ പവർ ഡിഫൈൻഡ് ആയിരിക്കണം. നേരത്തെ ഞാൻ റോൾസ് ഡിഫൈൻ ചെയ്ത് അത് ഓരോ വർക്ക് ചെയ്തതിന് പവർ, ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്, അത് മാനേജിങ് പാർട്ണർ ആണെങ്കിൽ മാനേജിങ് ഡയറക്ടർ ആണെങ്കിൽ അത് ഡിസൈഡ് ചെയ്തിരിക്കുന്നു സ്ഥാപനത്തിൽ. അല്ലെങ്കിൽ അത് കറക്റ്റ് ആവില്ല. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അടുത്തത്, സ്ഥാപനത്തിന് എല്ലാത്തിനും ഒരു പ്രോസസ്സ് ഉണ്ടാവണം. അല്ലാതെ തോന്നിയ ദിവസം പോലെ ചെയ്യാൻ പാടില്ല. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത സംഭവമാണ്. ഒരു പ്രോസസ്സും ഇല്ലാതെ തുടക്കം തൊട്ട് നമ്മളെ സ്ഥാപനം പോയത്. പക്ഷെ വെല്ലായിട്ട് റണ്ണാവുന്നുണ്ട്. ഒരു പ്രോസസ്സും ഇല്ല. ആ പ്രോസസ്സ് ഒരു കാര്യം ചെയ്യണതിന് മുമ്പ്, നമ്മളൊരു ആഡ് കൊടുക്കുന്നതിന് മുമ്പ് എന്താണ് അതിൻ്റെ പ്രോസസ്സ്? നമ്മളൊരാളെ അപ്പോയിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് അതിൻ്റെ പ്രോസസ്സ്? ഒരു ചെക്ക്
കൊടുക്കുന്നതിന് മുമ്പ് എന്താണ് അതിൻ്റെ പ്രോസസ്സ്, എല്ലാ പ്രോസസ്സും ഒരാളെ ടെർമിനേറ്റ് ചെയ്യുന്നതിന് എന്താണ് അതിൻ്റെ പ്രോസസ്സ്, ഒരു പുതിയ ഡീലർഷിപ്പ് എടുക്കുന്നതിന് മുമ്പ് എന്താണ് അതിൻ്റെ പ്രോസസ്സ്. ഇതെന്ന് പറഞ്ഞാൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമൊന്നുമില്ല. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ആരെയാണ് നമ്മൾ ആരുമായിട്ടാണ് ഡിസ്കസ് ചെയ്യേണ്ടത്, ഇത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. ഇത് ആദ്യത്തെ ദിവസം നമ്മൾ വെൽ ഡിഫൈൻഡ് ആവില്ല. ഞാൻ പറഞ്ഞത് തുടക്കം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മാസങ്ങൾക്കകത്ത് ഇത് ഡിഫൈൻ ചെയ്യാം. കാരണം ആദ്യത്തെ 3-4 മാസം ഹണിമൂൺ പീരീഡിലൊന്നും സംഭവിക്കില്ല. അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഇത് പറയണത്. അപ്പോൾ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു പ്രശ്നം വരില്ല അത് ഡിഫൈൻഡ് ആണെങ്കിൽ. മനസ്സിലായില്ലേ? മാനേജിങ് പാർട്ണറാണ് ഒരാളെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, അയാളാണ് ഫുൾ പവറിൽ മാനേജിങ് പാർട്ണർ. ഓക്കെ, അയാൾ വഴിയാണ് ഇത് പോകേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ചാൽ വേറെ പ്രശ്നമില്ലല്ലോ. നമ്മൾ ഒരു ഇത് ചെയ്തു, മാനേജിങ് പാർട്ണറിൻ്റെ കൊടുത്തു, മാനേജിങ് പാർട്ണർ അപ്രൂവ് ചെയ്തു. വെർബലി അപ്രൂവ് ചെയ്യാം, സൈൻ ചെയ്യാം, അതൊക്കെ ഓരോ സ്ഥാപനത്തിൻ്റെ സ്റ്റാൻഡേർഡ് പോലെയും. നമുക്ക് ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വളർന്നു പോകുമ്പോൾ ഒരു പല പ്രോസസ്സ് കാണും. ഇത് നമ്മൾ കുറച്ച് പേരാകുമ്പോൾ ആ പ്രോസസ്സ് ഒട്ടും കാണില്ല. അതാണ് അടിയാവാനുള്ള പല കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. വെൽ ഡിഫൈൻഡ് എന്ന് എഴുതി ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ പ്രോസസ് ചാർട്ട് ഉണ്ടാക്കണമെന്നല്ല, എന്നാൽ ഒരു ഐഡിയ കിട്ടിയല്ലോ, അത് മസ്റ്റാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടി ഒഴിവാക്കാൻ. അടുത്ത മെയിൻ പോയിന്റ്, എനിക്ക് എൻ്റെ ഫ്രണ്ടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. എനിക്ക് എപ്പോഴും തോന്നും, ഇവൻ ഒരു നന്ദിയില്ലല്ലോ, ഞാൻ എന്തൊക്കെയാണ് ഇവൻ്റെ ലൈഫിൽ ഞാൻ ഹെൽപ്പ് ചെയ്ത് ഞാനെന്നുള്ള വ്യക്തി കാരണം എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് വന്നത്. എൻ്റെ അടുത്തുള്ള ഓരോ പെരുമാറ്റവും എനിക്ക് ആ സമയത്ത് അങ്ങനെ തോന്നി തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, നമ്മൾ ഉണ്ടാക്കിയ ആ ബിസിനസ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ അടുത്തുള്ള ആ പഴയ സ്നേഹം കാരണം എനിക്ക് അടി ഉണ്ടാക്കാനും പറ്റുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് എൻ്റെ ഇത് നിങ്ങൾക്ക് ആർക്കും വരണമെന്നില്ല, ഇത് എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ കുഴപ്പമാണ്. എനിക്ക് അവനെ മുഖത്ത് ഫേസ് ചെയ്യണ തന്നെ ബുദ്ധിമുട്ടായി തോന്നി. അങ്ങനെ ഞാൻ ബിസിനസ്സിൽ പോവാതായി. നമ്മളെ സ്റ്റോഴ്സിലോട്ടേ പോകാറാകുമ്പോൾ എനിക്കാണ് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ ഇല്ലാത്തപ്പം എന്ത് വേണം നടക്കാം എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഐ ഡോണ്ട് കെയർ എന്നുള്ള മൈൻഡ് സെറ്റിലോട്ട് മൈൻഡ് ഔട്ടാവും ചില സിറ്റുവേഷനിൽ. അപ്പോൾ പണ്ട് നമ്മൾ ചെയ്തതെല്ലാം മനുഷ്യനല്ലേ, പെട്ടെന്നങ്ങ് മറക്കും. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞ മെയിൻ പോയിന്റാണ്, നിങ്ങൾക്ക് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ആ പാർട്ണറുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യം ചെയ്യരുത്. അവിടെ പോവാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ പിണങ്ങി മാറിയിരിക്കുക. കാരണം ഇത് ഒരു പ്രോപ്പർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി റേഞ്ചിലൊന്നും അല്ല പോണത്. അപ്പോൾ പ്രോസസ്സൊന്നും അല്ല. ഞാൻ പിണങ്ങിപ്പോയി, അതാണ് സത്യം. പിണങ്ങി ഞാൻ സ്റ്റോറിൽ പോവാതായി. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ നാൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇത് എൻ്റെ സാധനമാണെന്ന്. പക്ഷെ ഒരാൾ 50-50 പാർട്ണറിലുണ്ട്, അത് മറക്കും, മനുഷ്യനാണ്, മറക്കും. അപ്പോൾ പോവാതായപ്പോൾ എൻ്റെ സ്ഥാപനത്തിലുള്ള എൻ്റെ കൺട്രോൾ മൊത്തം പോവുകയും ഫുൾ എൻ്റെ ഫ്രണ്ടിന് കൺട്രോൾ ആവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞു മെയിൻ പോയിന്റ് ശ്രദ്ധിച്ചോ. നമ്മൾ ബിസിനസ് ചെയ്യുന്ന പാർട്ണറുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആവുന്നില്ല. എനി റീസൺ, ഫിനാൻഷ്യലോ ഇത് ഒരു ഫിനാൻഷ്യൽ റീസണും ഇല്ല. അതാണ് വേറെ കേസ്. ഫിനാൻഷ്യൽ റീസൺ ഒന്നും ഇല്ല, കുറച്ച് ഈഗോ പ്രോബ്ലംസ് ആണ് ഉള്ളത്. ഇട്ടിട്ട് അവിടെ പിണങ്ങി, ഇപ്പൊ ഭാര്യ പിണങ്ങി പോണ പോവരുത്. അതിന് പകരം എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഫുൾ പവറിലിരിക്കുമ്പോൾ നിങ്ങൾ ആ സ്ഥാപനത്തിന് ഡിസൊല്യൂഷൻ ചെയ്യണം. നിങ്ങളെ പാർട്ണർഷിപ്പ് ഡിസോൾവ് ആക്കണം. 100 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ നിനക്ക്, 50-50 ആണെങ്കിൽ 50 രൂപ നിനക്ക് 50 രൂപ. സ്റ്റോക്ക് ആണെങ്കിൽ പകുതി നിനക്ക് പകുതി. നമ്മൾ രണ്ടുപേരും ഇമ്മീഡിയറ്റ്ലി പിരിയണം.
വേറെ ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല. എന്നാൽ എനിക്ക് സംഭവിക്കും. ഒരു ചർച്ചയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും പോകാൻ പറ്റണില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു വക്കീലിനെ കാണുക. ആ ഫുൾ പവറിലിരിക്കുമ്പോൾ ഫുൾ ക്യാഷും നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് അത് അമൈക്കബിളി തീർക്കുകയും ചെയ്യാം. ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കാം. മറ്റേതൊന്ന് സംഭവിക്കും, കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നില്ല, പിണങ്ങിയിരിക്കുകയാണ്. ഇവൻ എന്ത് ചെയ്ത്? ഒന്നും ചെയ്തില്ല. ഇവന് സ്ഥാപനത്തിന് തന്നെ എന്തെങ്കിലും ചെയ്തോ? അതുമില്ല. പിന്നെ ഇവനെന്തിന് 50-50 എഗ്രിമെൻ്റ് ഉണ്ട്, പക്ഷെ എന്തിനു കൊടുക്കണം? ചുമ്മാ ചലഞ്ചാവും. നീ എന്ത് ചെയ്യുന്നു ഫുൾ പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഞാനല്ലേ അത് കൊണ്ടുവന്ന് എൻ്റെ വല്ല ആവശ്യമുണ്ടോ? ആദ്യം നമുക്ക് ഇഷ്ടപ്പെടാതെ വരികയാണെങ്കിൽ തന്നെ ഇതിൽ ഫാമിലിയും കൂടെ ഇൻവോൾവ് ആയിരിക്കും. കാരണം ഫ്രണ്ട്ഷിപ്പ് വെച്ച് ബേസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ തുടങ്ങണം. അപ്പോൾ ഫാമിലിക്ക് എന്ത് തോന്നും, അയാൾക്ക് എന്ത് തോന്നും, ഇയാൾക്ക് എന്ത് തോന്നും, അതൊന്നും വേണ്ട. ഇമ്മീഡിയറ്റ്ലി വക്കീലിനെ കാണുക. അപ്പോഴുള്ള എന്താണോ ഫിനാൻഷ്യൽ കണ്ടീഷൻ അത് ഷെയർ ചെയ്തങ്ങ് തീർക്കുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവുക. ദയവ് ചെയ്ത് ഇതിനെ വലിച്ച് നീട്ടി നിങ്ങളുടെ ഭാര്യ പിണങ്ങി പോകണ പോലെ വീട്ടിൽ ചെന്ന് ഇരുന്നിട്ട് കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹാർഡ് ദാറ്റ് ടൈം. ഇപ്പം ചെയ്യുകയാണെങ്കിൽ ഈസിയാണ്, അന്നാണെങ്കിൽ കാരണം നിങ്ങളുടെ കൺട്രോള് പോയി കഴിഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സേവ് ഇല്ലാത്ത സിറ്റുവേഷൻ വരും. ഞാൻ ആവശ്യമില്ല. നിങ്ങൾക്ക് പാർട്ണർഷിപ്പോ വേറെ ഏതാണെങ്കിലും നിർത്തണമെങ്കിൽ സുഖമായിട്ട് അല്ലാതെ തന്നെ ചെയ്യാം കേട്ടോ. ഇത് മെയിൻ പോയിൻ്റാണ്, ആലോചിക്കുക. കുറേ പോയിന്റ്സ് പറഞ്ഞ് വലിയ വീഡിയോ ആയി, സോറി. ബട്ട് ആർക്കെങ്കിലും ഇതുകൊണ്ട് ഹെൽപ്പ് വരും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വരാതിരിക്കട്ടെ, അതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.